എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം. ഇന്ന് നമുക്ക് 1 യോഹന്നാൻ 2-ന്റെ 2-ാം വാക്യത്തെക്കുറിച്ച് അല്പനേരം ചിന്തിക്കാം. വളരെ ലളിതവും എന്നാൽ വളരെ ഗഹനവുമായ ഒരു വിഷയമാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു. നമ്മുടേതിന് മാത്രമല്ല, സർവ്വലോകത്തിൻ്റെ പാപത്തിനും തന്നെ. ഒരു ചെറിയ വേദഭാഗം. യേശുക്രിസ്തുവിൻ്റെ ബലിമരണം നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകും. ഇവിടെ നമ്മുടെ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു വിഭാഗം. പിന്നീട് പറയുന്നത് നമ്മുടേതിന് മാത്രമല്ല, സർവ്വലോകത്തിൻ്റെ പാപത്തിനും തന്നെ. അപ്പോൾ 2 വിഭാഗങ്ങളാണ്. നമ്മുടേത് എന്ന് പറയുന്നു, സർവ്വലോകം എന്ന് പറയുന്നു. സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു എന്നാണ്. പിശാചിൻ്റെ വഞ്ചനയിൽ കുടുങ്ങി പാപത്തിനും അതിൻ്റെ അനന്തര ഫലങ്ങൾക്കും ഒടുവിൽ മരണത്തിനും വിധേയരായി മുഴുവൻ മനുഷ്യരും ഇരിക്കുന്നു. കർത്താവ് പറഞ്ഞതുപോലെ മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ അടക്കട്ടെ എന്നാണ്. കർത്താവിൻ്റെ ദൃഷ്ടിയിൽ എല്ലാവരും മരിച്ചവർ തന്നെയാണ്. അതിൻ്റെ സമയത്തിന് അല്പം വ്യത്യാസമുണ്ട് എന്ന് മാത്രം. അപ്പോൾ സർവ്വലോകവും മരണത്തിൻ്റെ പിടിയിലാണ്. മരണത്തിൽ നിന്ന് മോചിപ്പിച്ചിട്ട് നിത്യജീവൻ എന്ന മഹാദാനം നൽകുന്നതിന് വേണ്ടിയിട്ടാണ് യേശുക്രിസ്തു ഒന്നാമത് വന്നതും കാൽവരി ക്രൂശിൽ ദൈവത്തിന് സൗരഭ്യവാസനയായ യാഗമായി തീരുകയും. അപ്പോൾ ഈ യാഗത്തിൻ്റെ ഒന്നാമത്തെ ഉദ്ദേശം യേശുക്രിസ്തുവിൻ്റെ സഭ എന്ന് പറയുന്ന ഒരു വിഭാഗത്തെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ക്രിസ്തുവിൻ്റെ സഭയെക്കുറിച്ചാണ് നമ്മുടെ എന്ന് പറഞ്ഞിരിക്കുന്നത്. കർത്താവിൻ്റെ ബലിമരണത്തിലുള്ള വിശ്വാസം വഴി ആദ്യം ലഭിക്കുന്ന പ്രതിഫലവും മഹത്തരമായ പ്രതിഫലവും ഈ സഭയ്ക്ക് മാത്രമുള്ളതാണ്. അവരെ സംബന്ധിച്ച് സ്വർഗീയന്മാർ എന്നാണ് വേദപുസ്തകം വിശേഷിപ്പിക്കുന്നത്. പിന്നെ സർവ ലോകത്തിനും എന്ന് പറയും. സഭ ഒഴികെയുള്ള മറ്റ് മുഴുവൻ മനുഷ്യരാശി അവർക്കും ക്രിസ്തുവിൻ്റെ ബലിമരണത്തിൻ്റെ പ്രയോജനം ലഭിക്കുന്നതാണ്. അത് യേശുക്രിസ്തുവിൻ്റെ 2-ാം വരവിലാണ് പ്രയോജനം ലഭിക്കുന്നത്. ഇന്ന് വളരെ ചുരുക്കം ആളുകൾ മാത്രമേ യഥാർത്ഥമായ സത്യം ഗ്രഹിക്കുകയും ദൈവത്തെക്കുറിച്ചും യേശുക്രിസ്തുവിനെക്കുറിച്ചും വ്യക്തമായ പരിജ്ഞാനം പ്രാപിക്കുകയും ചെയ്തിട്ടുള്ളത്. അവർ ക്രിസ്തുവിൻ്റെ ശരീരമാം സഭ എന്ന് വിളിക്കപ്പെടുകയും ക്രിസ്തുവിൻ്റെ കാൽച്ചുവടുകളെ അതേപടി പിൻപറ്റുകയും ചെയ്തവരാണ്. ഇവർക്ക് മറ്റുള്ള പേര് തിരഞ്ഞെടുക്കപ്പെട്ടവർ, വിളിക്കപ്പെട്ടവർ എന്നെല്ലാമാണ്. ഇതൊരു ചെറിയ സമൂഹമാണ്. അതിൻ്റെ എണ്ണം 144,000 പേരാണ്.
ബാക്കി ആദാമ്യ ഭവനത്തിൽ ഉൾപ്പെടുന്ന സകല മനുഷ്യർക്കും ലഭിക്കുന്ന പ്രതിഫലം അത് സ്വർഗത്തിലല്ല, ഈ ഭൂമിയിലാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അത് ലഭിക്കുന്ന സമയം ക്രിസ്തുവിൻ്റെ രണ്ടാം വരവ്. ഇപ്പം രണ്ടാം വരവിൽ വളരെ വിപുലമായ നടക്കേണ്ടുന്നൊരു കാര്യം മരിച്ചവരുടെ പുനരുത്ഥാനം എന്നുള്ളതാണ്. ഈ പുനരുത്ഥാനം എന്ന വിഷയത്തിൽ ആദ്യത്തെ പുനരുത്ഥാനം ക്രിസ്തുവിൻ്റെ സഭയ്ക്കും രണ്ടാമത്തെ പുനരുത്ഥാനം സർവ ലോകത്തിൻ്റെയുമാകുന്നു. ഇതിൽ ക്രിസ്തുവിനെ അറിഞ്ഞവരും അറിയാത്തവരും ദുഷ്ടന്മാരും നീതിമാന്മാരുമായ എല്ലാവരുടെയും പുനരുത്ഥാനം ഉണ്ടാകുന്നതാണ്. നീതിമാന്മാരുടെയും നീതികെട്ടവരുടെയും പുനരുത്ഥാനം ഉണ്ടാകുമെന്നാണ് വേദപുസ്തകം പറയുന്നത്. അപ്പോൾ ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇരുവിധമായ രക്ഷ ബൈബിളിൽ നമ്മളെ പഠിപ്പിക്കുന്നു എന്നുള്ളതാണ്. സഭയും സഭയിൽ പെടാത്ത മറ്റുള്ള ആളുകൾ, ഇങ്ങനെ വളരെ വ്യക്തമായ നിർണയങ്ങളാണ് ദൈവം യേശുക്രിസ്തുവിൽ കൂടി ഈ ഭൂമിയിൽ നടപ്പാക്കുവാൻ നിർണയിച്ചിരിക്കുന്നത് എന്നുള്ളത് തിരിച്ചറിയുമ്പോൾ നമുക്ക് സത്യത്തിൻ്റെ വിലയും മഹത്വവും കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഈ വിഷയത്തെക്കുറിച്ച് ഇത്രയും പറഞ്ഞ് അവസാനിപ്പിക്കും.